ഹായ്, ഞാൻ ഇന്നലെ അർജുൻ്റെ ബ്ലാസ്റ്റ് എന്നൊരു പടം കാണാൻ പോയിരുന്നു. ഈ പടം പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന് ഭയങ്കര പോസിറ്റീവ്. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാൽ മൊത്തം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടും കൂടി ചേർന്ന് 9:30 ഷോയ്ക്കാണ് പോയത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം സൂപ്പർ കേട്ടോ. പടം സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് സൂപ്പർ ആക്ഷൻ രംഗങ്ങളാണ്, കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ്. പ്രത്യേകിച്ച് അർജുനെ അറിയാമല്ലോ. അർജുനാകുമ്പോൾ എനിക്ക് അർജുൻ്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് ഋതുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം അർജുൻ്റെ ഒരു നല്ലൊരു കിടിലൻ ആക്ഷൻ പടം കണ്ടെന്ന് പറഞ്ഞാൽ ഇതാ. കിടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ഇറങ്ങി വെച്ച നല്ലൊരു ആക്ഷനുള്ള പടം ഇതാണ്. പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദൃശ്യത്തിൻ്റെ കണക്കൊക്കെ ഇരിക്കും. ദൃശ്യം പടത്തിൽ ആക്ഷൻ രംഗങ്ങൾ കയറ്റി എങ്ങനെ ഇരിക്കും, ഒരു തമിഴ് പടം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൃത്യം ഇങ്ങനെ ഇരിക്കും. കാരണം കിഡിലെ ആക്ഷൻ രംഗങ്ങൾ ഇതിനകത്തൊരു ഒരു 2 വില്ലന്മാരുണ്ട്. അതിലൊരു സെക്കൻഡായിട്ടൊരു വില്ലനുണ്ട്. എനിക്ക് ആ പുള്ളിയുടെ ആക്ഷൻ രംഗങ്ങൾ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിനകത്ത് അഭിരാമി, പ്രീതി മുകുന്ദൻ എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്ത് കണ്ടു വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ടൊരു പടം ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ 9:00 പോയതാണ്. 9:00 ഷോയ്ക്ക് പോയപ്പോൾ തന്നെ, നൈറ്റ് പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഉറക്കത്തിൻ്റെ എന്തെങ്കിലും വരും അങ്ങനെ. പക്ഷേ ഈ പടം 9:00 തൊട്ട് ഒരു 11, 2 മണിക്കൂർ 2.5 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. എനിക്ക് ഒരിടത്തും ബോറടിച്ചില്ല. ഞാൻ ഭയങ്കര ചില്ലായിട്ടിരുന്ന് കണ്ട ഒരു പടമായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇത്. കാരണം തിയേറ്ററിൽ ഫുൾ ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വൈബായിരുന്നു. നിങ്ങളടുത്ത് പറയുന്നത് വെച്ചാൽ ഈ പടം നിങ്ങൾക്ക് ഒരു നല്ലൊരു ആക്ഷൻ പടം കാണണമെങ്കിൽ കൺഫേം ആയിട്ട് പോയിക്കോ കേട്ടോ. അത്യാവശ്യം കഥയും അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും കാണാൻ പോകും. നല്ലൊരു ആക്ഷൻ പടം കണ്ടിട്ട് ഫീൽ കിട്ടും.